നിങ്ങൾക്ക് നമ്മൾ 15 ദിവസം പൂർത്തിയായി. ഈ 15 ദിവസത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയിൽ അവരുടെ ശാരീരിക പ്രയാസങ്ങൾക്ക് കുറച്ചെങ്കിലും ഗുണം കിട്ടി തുടങ്ങിയെന്നുള്ളതാണ്. കാരണം എന്തും തുടക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക. 1-2 ആഴ്ച കൊണ്ടിട്ട് എല്ലാം മാറുന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് കുറേ നിങ്ങൾക്കൊക്കെ നല്ലൊരു സുഖമില്ലേ ഇല്ലേ? നല്ല ഉറക്കുണ്ടാവും, പകൽ മുഴുവൻ നല്ല എനർജി ഉണ്ടാവും. ഒരു ദിവസം വരാതിരുന്നാൽ തന്നെ നമുക്കൊരു ലേസിനെസ് അങ്ങനെ പോയില്ലല്ലോ എന്നുള്ള നേരത്തെ ഉറക്കം വരണം അതാണ് നേരത്തെ എന്തായാലും അതായത് നമ്മളെ ഈ സർക്കുലേറ്ററി സിസ്റ്റവും മെറ്റാബോളിസം ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ചിലവർ ആരും ഉറക്കില്ല വർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിലും ശരീരത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണം. ഇതിന് ദഹനപ്രക്രിയ വരെ ശരിയായിട്ട് നടക്കുന്നെങ്കിൽ ഉറക്കം കിട്ടുക. എല്ലാ കാര്യങ്ങളും ശരിക്കും നടക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം കിട്ടുക. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും രാവിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ലൊരു എക്സസൈസ് കിട്ടും. 1/2 മണിക്കൂറോളം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം. അപ്പോൾ ഇന്നിപ്പോൾ മഴ ആയിട്ടും ഇത്രയും ആളുകൾ വന്ന് അപ്പോൾ നമ്മൾ നാളെ മുതൽ 16ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നത്. ഒരു 2 ആഴ്ച കൂടി ഇങ്ങനെ ട്രയൽ പോകും. പിന്നെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം അടുത്ത മാസം തന്നെ ഉണ്ടാവും. ഓക്കെ, ഈ ഇലക്ഷൻ്റെ തിരക്ക് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പൻസിനെ ഇതിപ്പോൾ നിങ്ങൾ ആളെ കൂട്ടി കൊടുത്തിട്ട് ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, പക്ഷേ മറ്റുള്ളവർക്ക് ഗുണം കിട്ടട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പോൾ നമ്മളെ ഈ പുതുപ്പറമ്പിലുള്ള എല്ലാ ആളുകളെയും ഈ ആരോഗ്യത്തിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലേക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവരിക എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ മഴ ആയിട്ടാവും കുറവുണ്ടാകുക. എന്നിരുന്നാലും ഇത്രയും ആൾക്കാർ വന്നില്ല. ഏതായാലും അപ്പോൾ നാളെ മുതലുള്ള വീണ്ടും ഒന്നുകൂടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. യൂണിഫോമിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഈ യൂണിഫോം ഇതേമാതിരിട്ട് വരുമ്പോൾ കാണാൻ തന്നെ ഇതാണ്. ഇപ്പം നിങ്ങൾ രാവിലെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ചോദിക്കും എങ്ങോട്ടാ ഇപ്പോഴത്തെ എന്താ എന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ചോദിക്കും. ഇപ്പോൾ നമ്മൾ കളർ ടീഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അറിയണമെന്നില്ല, നമ്മൾ ചിലപ്പോൾ വേറെ അങ്ങാടിക്ക് എന്തായാലും പോയി. പക്ഷേ ഈ സാധനം ഇട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഐഡിയ. അതുകൊണ്ടിട്ടൊക്കെ നമ്മൾ യൂണിഫോം നിർബന്ധമാക്കുന്നത്. അപ്പോൾ അത് വാങ്ങാത്തവർ ഓർഡർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇന്നും നാളെ കൂടി ഉണ്ടാകും, 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും ആ യൂണിഫോം ഇട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാവും. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ള സംഗതി അല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുന്നുള്ളൂ. പക്ഷേ വാങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി നല്ലതാണ്, ആ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാര്യം മാത്രമേ നമ്മൾ പറയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, യൂണിഫോം മാത്രം ഉണ്ടായാൽ. അപ്പോൾ നമുക്ക് മെക്സവൻ്റെ ക്ലാപ്പിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അറിയാലോ 1 2 3 അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. റെഡി 1 2 3 4 5 5 5 Great.